കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തുന്ന പ്രതിഷേധ സമരം ഇന്ന് 10:00 കേരള ഹൗസിൽ നിന്ന് പ്രകടനമായി ജന്തർ മന്ദറിലേക്ക് നേതാക്കൾ പോകും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുമുന്നണി നേതാക്കളും പങ്കെടുക്കും. DMK ആം ആദ്മി നേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ഈയൊരു ഇന്നത്തെ സമരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ പ്രതിഷേധ സമരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ എതിരെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾക്കൊക്കെ എതിരായിട്ടാണ് ഇന്നത്തെ പ്രതിഷേധ സമരം നടക്കുന്നത്. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുമുന്നണി നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നു, ആനുകൂല്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ പ്രധാനമായും മന്ത്രിമാരും MLA-മാരും അടക്കമുള്ള ആളുകൾ ഡൽഹിയിൽ ഇന്ന് വലിയ പ്രതിഷേധം നടത്തുന്നത്. ജന്തർ മന്ദറിലാണ് ധർണ നടത്തുന്നത്. രാവിലെ 10:30 തന്നെ ജന്തർ മന്ദറിലേക്ക് കാൽനടയായി പോയ ശേഷമാകും ഈ ധർണ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കേരള ഹൗസിൽ നിന്ന് 10:30 ഈ ജന്തർ മന്ദറിലേക്ക് നേതാക്കളെല്ലാം തന്നെ കാൽനടയായി പോകും. അവിടെയാണ് തുടർന്നാണ് പ്രതിഷേധം അരങ്ങേറുക എന്നാണ് പറയുന്നത്. വലിയൊരു ധർണ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ ധർണയിലേക്ക് സർക്കാർ സ്വാഗതം ചെയ്തിരുന്നു. എന്തായാലും LDF നേതാക്കളും അതോടൊപ്പം തന്നെ MLA-മാർ MP-മാർ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അവിടെ പങ്കെടുക്കും. കൂടാതെ യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കുമെന്ന് ആണ് ലഭിക്കുന്ന വിവരം. DMK ആം ആദ്മി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ ആം ആദ്മി അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിലെ ആളുകളും പങ്കെടുക്കും. DMK പ്രതിനിധിയും ഈ ധർണയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. DMK പ്രതിനിധി പങ്കെടുക്കുമെന്ന് സ്റ്റാലിൻ അറിയിച്ചിരുന്നു. ആം ആദ്മി പ്രധാനമായും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്നിവരും പ്രധാനമായും ഈ യോഗത്തിൽ ദേശീയ നേതാക്കൾ എന്ന രീതിയിൽ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ശരത് പവാർ NCP അധ്യക്ഷനായിരുന്ന ശരത് പവാർ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ ഈ ധർണയിൽ പങ്കെടുക്കും, പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന കാര്യത്തിൽ സംശയം തന്നെയാണ്. എന്തായാലും പ്രതിപക്ഷം ഈ ധർണയോട് അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രതിഷേധത്തോട് സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാകും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതിനെ കാണുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും UDF ഇതിൽ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ ഇതിനോട് ഈ ഒന്നിച്ചുള്ള ഒരു സമരത്തിന് താല്പര്യമില്ലെന്ന് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഈ യോഗത്തിൽ എത്തില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അർഹമായത് നേടിയെടുക്കാനാണ് ഇത്തരത്തിലുള്ള സമരം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഒരാളെയും തോൽപ്പിക്കുകയല്ല ലക്ഷ്യം, സമരത്തിന് തോൽപ്പിക്കുക എന്ന ലക്ഷ്യം ഈ സമരത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും കേന്ദ്രം വലിയ ഒരു സാമ്പത്തികമായി തന്നെ സംസ്ഥാനത്ത് ഞെരുക്കുന്നു എന്ന കാര്യമാണ് പറയുന്നത്. സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുന്നുവെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഒന്നിച്ചുള്ള സമരത്തിന് ഈ പ്രതിപക്ഷത്തെ ക്ഷണിച്ചെങ്കിലും പ്രതിപക്ഷം അതിനോട് ഒരു താല്പര്യം കാണിച്ചിരുന്നില്ല. എന്തായാലും UDF ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞത്. അതിനുശേഷം പ്രതിഷേധത്തിന് ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയത്. എന്തായാലും പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ഈ വലിയ കൂടുതൽ ആളുകൾക്ക് ക്ഷണം ലഭിച്ചിരുന്നെന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ സമരത്തിലേക്ക് മുഖ്യമന്ത്രി സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒമർ അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾ, കപിൽ സിബൽ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. എന്നാലും രാവിലെ 10:30 തന്നെ കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് നേതാക്കൾ പോകും. അവിടെയാണ് ജന്തർ മന്ദറിലാണ്. തുടർന്നാണ് ജന്തർ മന്ദറിൽ ഈ രീതിയിൽ വലിയൊരു പ്രതിഷേധം തുടങ്ങുക. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കൾ, ഇടതുപക്ഷ നേതാക്കൾ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൻ്റെ ഭാഗമാകുമെന്നാണ് വിദ്യ മനസ്സിലാക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തുന്ന പ്രതിഷേധ സമരം ഇന്ന് 10:00 കേരള ഹൗസിൽ നിന്നും ആരംഭിക്കും. പ്രകടനമായി ജന്തർ മന്ദറിലേക്ക് നേതാക്കൾ പോകും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുമുന്നണി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് KC